അപ്പോൾ ഹലോ ഓൾ, വെൽക്കം ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. BFO സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ കവർ ചെയ്തു. അതുപോലെ തന്നെ ഒരു പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനവും കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ അഥവാ വൈൽഡ് ലൈഫ് സാഞ്ചുറികളാണ്. അപ്പോൾ നോട്ട് ചെയ്തോ, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും ഫാക്റ്റുകളും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ തുടങ്ങാം. ആദ്യമായിട്ട് ഓർക്കുക, കേരളത്തിൽ 6 നാഷണൽ പാർക്കും 18 വൈൽഡ് ലൈഫ് സാഞ്ചുറികളാണ് ഉള്ളത്. നോട്ട് ചെയ്തു. ഇത് കറക്റ്റ് ഈ ഒരു ഫാക്ട് വെച്ച് തന്നെ പലവട്ടം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം 6 നാഷണൽ പാർക്കും 18 വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യത്തെ നാഷണൽ പാർക്ക്, കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്കാണ്. വരയാടുകൾക്ക് ഫേമസ് ആയിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വർഷം ഓർക്കുക, 1978 വരയാടും നീലക്കുറിഞ്ഞിയും ഇവിടെ കാണപ്പെടുന്ന സ്പീഷീസുകളാണ്. പിന്നുള്ളതാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലി പേര് കേൾക്കുമ്പോൾ സൈലന്റ് വാലിയിലെ ചീവീടുകളുടെ അഭാവം മൂലം കൊണ്ടാണ് ആ ഒരു പേര് കിട്ടിയത്. അവിടെ മാത്രം എൻഡമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ടല്ലോ, ഏതാത്? ലയൺ ടെയിൽഡ് മക്കാക്ക് അഥവാ സിംഹവാലൻ കുരങ്ങ് എന്ന കുരങ്ങ് വർഗം സൈലന്റ് വാലിയിൽ എൻഡമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. ഇതും പ്രീവിയസ് ആയി ക്വസ്റ്റ്യൻ ആണ്. സ്പീഷീസിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ വരുന്ന നാഷണൽ പാർക്ക് ആനമുടി ചോല ദേശീയോദ്യാനം. ഈ ചോല നാഷണൽ പാർക്ക് നമുക്ക് 1, 2, 3 എണ്ണം ഉണ്ട്. ഈ ചോല വനങ്ങൾ, ചോല ഫോറസ്റ്റ് എന്ന് പറയുന്നത് മൊട്ടക്കുന്നുകൾക്കിടയിൽ വളരുന്ന ഒരുതരം പ്രത്യേക വനവിഭാഗമാണ്. ഇത് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ നമുക്ക് കാണാം. അതിനെ ചുറ്റുപറ്റി ഈ ഷോല നാഷണൽ പാർക്കുകളായിട്ടുള്ള ആനമുടി, മതികെട്ടാൻ, പാമ്പാടും ഷോല നാഷണൽ പാർക്കുകളിലും ഷോല വനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 3ഉം ഇടുക്കിയിലാണെന്ന് ഓർക്കുക. ഇതിൽ പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം, പാമ്പാടും ഷോല നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. മറക്കില്ലല്ലോ. മുന്നോട്ട് പോവാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ ഡീൽ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, പെരിയാർ നാഷണൽ പാർക്ക് ഇതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ്, നാഷണൽ പാർക്ക് ആണ്, ടൈഗർ റിസർവ് ആണ്. ഇത് 3ഉമാണ്. ഇത് ഇടുക്കി, പത്തനംതിട്ട ഇവിടെ ആഡ് ചെയ്യണം, കോട്ടയം കൂടെ ഇതിനെ ബോർഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ കോമൺ സ്പീഷീസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പിന്നെ വരുന്നത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നെയ്യാർ വന്യജീവി സങ്കേതത്തിനെ കുറിച്ച്, വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഇവിടെ റീസെന്റ് ഒരു ലയൺ സഫാരി പാർക്ക് വന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണെന്ന് പ്രീവിയസ് ആയി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പല ടെസ്റ്റ് സീരീസിൽ നമ്മുടെ തന്നെ യോധയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും മറക്കാതെ ഓർത്തിരിക്കാൻ. ലയൺ സഫാരി പാർക്ക് വന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. ഓക്കെ. പിന്നെ നേരെ നമ്മൾ തൃശ്ശൂരോട്ട് പോകുന്നു. തൃശ്ശൂരെ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ടുള്ള പീച്ചി വാഴാനി വന്യജീവി സങ്കേതവും നോട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ പുള്ളിപ്പുലിയും മ്ലാവും നീൽഗായും കാണപ്പെടുന്നുണ്ട്. അപ്പൊ നീൽഗായ്, മാൻ, മ്ലാവ്, നീൽഗായ്, പുള്ളിപ്പുലി ഒക്കെ കാണുന്നത് പീച്ചി വാഴാനി വന്യജീവി സങ്കേതമാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. പീച്ചി ഡാമിനോട് അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഒരു ടൈഗർ റിസർവ് ആണ്. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ഒരു ടൈഗർ റിസർവ് കൂടിയാണ്. കേരളത്തിലെ 2 ടൈഗർ റിസർവ് ആണ്, പെരിയാറും പറമ്പിക്കുളവും. പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ്. അവിടെ കടുവ, കാട്ടുപോത്ത് എല്ലാം വളരെ പ്രവലന്റ് ആണ്. പിന്നെ അവസാനത്തെ 4 എണ്ണത്തിലോട്ട് പോകാം. നമുക്ക് വയനാട് മറക്കില്ലല്ലോ, ആ പേരിൽ തന്നെ ആ ജില്ലയുണ്ട്. സ്പീഷീസ് അവിടെ കോമൺ ആയിട്ടുള്ളത് തന്നെ, ആന, കടുവ, മാനെല്ലാം ഉണ്ട്. ഇടുക്കി വന്യജീവി സങ്കേതം, അതും ഡൗട്ട് വരില്ല. പിന്നെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് പേപ്പാറ വന്യജീവി സങ്കേതമാണ്. പേപ്പാറ തിരുവനന്തപുരത്താണ്. ഇത് തെറ്റിക്കരുത്. പേപ്പാറ വന്യജീവി സങ്കേതം കൊല്ലം എന്ന് ഡൗട്ട് ഉള്ളവർക്ക് നോട്ട് ചെയ്ത് പഠിക്കുക. തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം. പിന്നുള്ളതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. വളരെ ഫേമസ് ആണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. എറണാകുളത്താണെന്ന് നോട്ട് ചെയ്യുക. അവിടെ മലബാർ ഗ്രേ ഹോൺബിൽ ഉണ്ട്. മലബാർ ഗ്രേ ഹോൺബിൽ ആണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ എൻഡമിക് ആയിട്ടുള്ളത്. അല്ലാതെ ഗ്രേറ്റർ ഹോൺബില് ഇവിടെ കാണപ്പെടുന്നതാണ്, നമ്മുടെ സംസ്ഥാന പക്ഷിയാണ്. എന്നിരുന്നാൽ പോലും അത് വെസ്റ്റേൺ ഗാട്സിൽ എൻഡമിക് ആണ്. വെസ്റ്റേൺ ഗാട്സിൽ മാത്രമേ കാണൂ. മലബാർ അല്ല, ഗ്രേറ്റ് ഹോൺബിൽ വെസ്റ്റേൺ ഗാട്സിൽ മാത്രമേ കാണൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് തെറ്റാണ്. കാരണം വേറെ എവിടെ കാണും? നോർത്ത് ഈസ്റ്റിലും നാഗാലാൻഡിലും ആസാമിലും അരുണാചലിലും ഒക്കെ ഗ്രേറ്റ് ഹോൺബിൽ ഉണ്ട്. അപ്പൊ എൻഡമിക് അല്ല, അത് വൈഡ് സ്പ്രെഡ് ആണ്. പിന്നെ നമുക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഡീൽ ചെയ്യുമ്പോൾ നോക്കാം. ചിമ്മിണി വൈൽഡ് ലൈഫ് സാഞ്ചുറി. ചിമ്മിണി, ആ ഒരു റൈമിംഗ് വേർഡ് വെച്ച് നോക്കാം. ചിമ്മിണി തൃശ്ശൂരാണെന്ന് നോട്ട് ചെയ്യുക. അത് വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ്, വന്യജീവി സങ്കേതമാണ് ചിമ്മിണി. അവിടുത്തെ സ്പീഷീസും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ശെന്തുരിണി ഇമ്പോർട്ടൻ്റ് ആണ്. ശെന്തുരിണി കൊല്ലം ജില്ലയിലാണ്. ഈ ശെന്തുരിണി നോട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ പേര് വരാൻ കാരണം ചെങ്കുറുങ്ങി മരങ്ങൾ അഥവാ ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്ന ചുവന്ന മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശെന്തുരിണി വന്യജീവി സങ്കേതത്തിന് ആ പേര് ലഭിക്കാൻ കാരണം.
അപ്പൊ മറക്കില്ലല്ലോ, കൊല്ലത്താണ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറി. പിന്നെ നമുക്ക് ഇടുക്കിയിലെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, ഇതൊരു എന്താണ് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണ്. വളരെ വരണ്ട വനങ്ങളുള്ള സ്ഥലമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇവിടുത്തെ ഫേമസ് സ്പീഷീസ് അഥവാ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസും RFOയ്ക്ക് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, BFOയുടെ PYQയിലും ചോദിച്ചിട്ടുണ്ട്. ചാമ്പൽ മലയെണ്ണാനും നക്ഷത്രാമ അഥവാ സ്റ്റാർ ടോട്ടോയിസ് എന്ന സൈറ്റ്സിന്റെ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഓൺ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണയുടെ വളരെ ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂളായ ഷെഡ്യൂൾ 1 ഉള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് നക്ഷത്രാമ അഥവാ സ്റ്റാർ ടോട്ടോയിസ്. അത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ് ഇതുള്ളതെന്ന് ഓർക്കുക, നക്ഷത്രാമ. ആറളം മറക്കില്ലല്ലോ, ആറളം കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയിലാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി. സ്പീഷീസ് ഇമ്പോർട്ടൻ്റ് അല്ല. മംഗളവനം പക്ഷി സങ്കേതം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളത്താണെന്ന് ഓർക്കുക. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക, മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം പോലത്തെ ഒരു ആചാര കേന്ദ്രം ഉണ്ടെന്ന് നോട്ട് ചെയ്യുക. അവസാനമായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി റിസർവ് അഥവാ വില്ലേജ് ഒരു കൂട്ടായ്മ, വനപാലകർക്ക് പകരം ഒരു കൂട്ടായ്മ, ആൾക്കാരുടെ ഒരു നാച്ചുറൽ കൂട്ടായ്മ ഒരു കേന്ദ്രത്തെ സംരക്ഷിക്കുന്ന രീതിയാണ് കമ്മ്യൂണിറ്റി റിസർവ് നമ്മൾ പറയുന്നത്. അത് കേരളത്തിലെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. അത് കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ്. ദേശാടന പക്ഷികൾ, മൈഗ്രേറ്ററി ബേർഡ്സ് ഇവിടെ വളരെ പ്രവലന്റ് ആണ്. ഓക്കെ, അപ്പം ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യം കവർ ചെയ്ത് നിങ്ങൾ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി ഈ PDF ഒന്നുകൂടെ നിങ്ങളുടെ എക്സാമിന് 1-2 ദിവസം മുമ്പ് മാക്സിമം ടൈം റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും എക്സാം വരുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും ഇത് നോട്ട് ചെയ്ത് ഓർമ്മ വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ടു എവരി വൺ. ഓക്കെ, താങ്ക് യു.